മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യ 24 മണിക്കൂറിൽ ഏറ്റവും അധികം ബുക്ക് ചെയ്ത ടിക്കറ്റുകൾ എന്ന റെക്കോർഡ് ദൃശ്യം 3ക്ക് സ്വന്തമായി. അതിന്റെ വാർത്തകളിലേക്കാണ് നമ്മൾ പോകുന്നത്. റിലീസ് ചെയ്ത ആദ്യ 24 മണിക്കൂറിൽ 5,87,353 ടിക്കറ്റുകളാണ് ബുക്ക് ചെയ്യപ്പെട്ടത്. മറ്റൊരു മോഹൻലാൽ ചിത്രമായ എമ്പുരാൻ സൃഷ്ടിച്ച റെക്കോർഡാണ് ദൃശ്യം 3 മറികടന്നത്. ഹരികൃഷ്ണനുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഹരി, ദൃശ്യം 3 സംബന്ധിച്ച് പല വിധത്തിലുള്ള റിവ്യൂകൾ വന്നുകൊണ്ടിരിക്കുന്ന മണിക്കൂറുകളാണ്. ഇന്നലെ മുതൽ നമ്മളത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ റെക്കോർഡ് മറികടന്നിരിക്കുന്നു. ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഈ ചിത്രം, അതും ലാലേട്ടന്റെ റെക്കോർഡ് ലാലേട്ടൻ തന്നെ മറികടക്കുന്നു എന്നതാണ് നമ്മൾ കാണുന്നത്. എന്തൊക്കെയാണ് കണക്കിന്റെ വിവരങ്ങൾ? സാഹചര്യം അത് തന്നെയാണ്. എമ്പുരാൻ സൃഷ്ടിച്ച റെക്കോർഡാണ് ഇപ്പോൾ ദൃശ്യം 3 മാറ്റി എഴുതിയിരിക്കുന്നത്. 5,87,353 ടിക്കറ്റുകളാണ് റിലീസ് ചെയ്ത ദിവസത്തിൽ നിന്ന് ആദ്യത്തെ 24 മണിക്കൂറത്തേക്ക് ബുക്ക് ചെയ്യപ്പെട്ടത്. മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ ഇതാദ്യമായിട്ടാണ് ഇത്രയധികം ടിക്കറ്റുകൾ ഒരു മലയാള ചിത്രത്തിന് വിറ്റഴിക്കപ്പെടുന്നതെന്ന റെക്കോർഡും കൂടി ദൃശ്യം 3 സ്വാഭാവികമായും സ്വന്തമാക്കിയിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് മാത്രം 10 കോടി രൂപയാണ് ആദ്യ ദിനം കളക്ഷൻ നേടിയിരിക്കുന്നത്. അവർക്ക് ഒരു വ്യാഴാഴ്ച ദിവസമാണ്, ഒരു വർക്കിംഗ് ഡേ ആണ്. ആ വർക്കിംഗ് ഡേയിലാണ് 3,503 ഷോകളിൽ നിന്ന്, കേരളത്തിലെ 3,503 ഷോകളിൽ നിന്ന് 10 കോടി രൂപ ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് മാത്രം ഏകദേശം 18.63 കോടി രൂപയാണ് ആദ്യ ദിന കളക്ഷൻ. ഓവർസീസിൽ 25 കോടിയും കൂടെ ചേർത്ത് ആദ്യ ദിവസം 43.63 കോടി രൂപയാണ് ആദ്യ ദിനത്തിൽ ദൃശ്യം 3 സ്വന്തമാക്കിയിരിക്കുന്നത്. വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് അതിൽ തെലങ്കാനയും ആന്ധ്രയും ആണ് മുന്നിട്ട് നിൽക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങൾ കേരളത്തിന് പുറമെ തമിഴ്നാട്ടിൽ ഏകദേശം 1.38 കോടി രൂപയാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. കർണാടകയിൽ നിന്ന് 2.9 കോടിയും തെലങ്കാനയിൽ നിന്ന് 2.18 കോടി രൂപയുമാണ് ചിത്രം നേടിയിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ട് കൂടി വരുന്നുണ്ട്. സൗത്ത് ഇന്ത്യയിൽ ആണ് ഏറ്റവും കൂടുതൽ. സ്വാഭാവികമായിട്ടും ദൃശ്യം മറ്റ് പല ഭാഷകളിലായിട്ട് റീമേക്ക് ചെയ്യപ്പെട്ട സിനിമയും കൂടിയാണ്. തമിഴിലും പാവനാശമായിട്ടും വെങ്കടേഷ് തെലുങ്കിലും ഒക്കെ അഭിനയിച്ചതാണ്. അവിടെ അജയ് ദേവ്ഗൺ ഹിന്ദിയിലും ചെയ്ത സിനിമയാണ് ദൃശ്യം. അങ്ങനെ ഒരു പാൻ വേൾഡ് അപ്പീലുണ്ട്. ചൈനയിലും ഹോങ്കോങ്ങിലും സിംഗപ്പൂരിലും ശ്രീലങ്കയിലും ഉൾപ്പെടെ ചിത്രം റീമേക്ക് ചെയ്ത് പുറത്തിറങ്ങിയ കാഴ്ച നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ദൃശ്യം ഒരു പാൻ വേൾഡ് സിനിമയാണ്. ആ ഒരു പാൻ വേൾഡിൻ്റെ എല്ലാ രീതിയിലുമുള്ള മുന്നേറ്റം കളക്ഷൻ റിപ്പോർട്ട്സിലും ദൃശ്യം 3 സ്വന്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഐതിഹാസികമായ റെക്കോർഡാണ്, ചരിത്രമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എമ്പുരാനിൽ മോഹൻലാൽ തന്നെ സൃഷ്ടിച്ച റെക്കോർഡ് ഉണ്ടായിരുന്നു. അത് ബുക്കിംഗ് തുടങ്ങി ആദ്യത്തെ 24 മണിക്കൂറിൽ ആദ്യത്തെ 1 മണിക്കൂറിൽ 96,000 ടിക്കറ്റുകൾ വിറ്റു എന്നുള്ളതായിരുന്നു. ബുക്കിംഗ് തുടങ്ങി ആദ്യത്തെ 24 മണിക്കൂറിൽ 6,86,000 ടിക്കറ്റുകൾ വിറ്റഴിച്ച ഒരു റെക്കോർഡ് ലാലേട്ടൻ സ്വന്തമാക്കിയിരുന്നു. അത് ബുക്കിംഗ് തുടങ്ങിയ ആദ്യത്തെ 24 മണിക്കൂറാണ്. ഇത് റിലീസ് ചെയ്ത ആദ്യത്തെ 24 മണിക്കൂറിലാണ് ഈ ഇതൊരു പുതിയ റെക്കോർഡ്. അങ്ങനെ ബുക്കിംഗ് തുടങ്ങിയ ആദ്യത്തെ 24 മണിക്കൂറും റിലീസ് ചെയ്ത ആദ്യത്തെ 24 മണിക്കൂറും എന്നുള്ള 2 റെക്കോർഡുകളും മലയാള സിനിമാ ഇൻഡസ്ട്രിയിൽ മോഹൻലാലിൻ്റെ പേരിൽ തന്നെ ആയിട്ട് എഴുതി വെച്ചിരിക്കുന്നു. ഈ 2 സാഹചര്യങ്ങളിലൂടെയാണ് ദൃശ്യം 3 പോകുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ മികച്ച അഭിപ്രായങ്ങൾ സിനിമ